നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാ എംപിമാർ പാർട്ടി വിട്ട് BJPയിലേക്ക് വന്നത്. വലിയ ആഘാതമാണ് ഈ എംപിമാരുടെ കൂറുമാറ്റം ആം ആദ്മി പാർട്ടിക്കും അതിൻ്റെ ദേശീയ കൺവീനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനും ഉണ്ടാക്കിയത്. എന്നാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തിരിച്ചടിയേറ്റു എന്ന് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിന് കിടപ്പാടം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോലും ഈ കൂറുമാറ്റം പോയി എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. അതായത് അരവിന്ദ് കെജ്രിവാൾ ദില്ലിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ദില്ലിയിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം മദ്യനയ കേസിൽ അറസ്റ്റിലാകുന്നു. അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു. ജാമ്യം ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വസതി ദില്ലി മുഖ്യമന്ത്രിയുടെ വസതിയായിരുന്നില്ല, മറിച്ച് അദ്ദേഹം പിന്നീട് ദില്ലി മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ രാജിവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം താമസമാക്കിയത് രാജ്യസഭാംഗമായിരുന്ന അശോക് മിത്തലിന് രാജ്യസഭാംഗം എന്ന നിലയിൽ ദില്ലിയിൽ അദ്ദേഹത്തിന് ലഭിച്ച ഔദ്യോഗിക വസതിയിലാണ്. അരവിന്ദ് കെജ്രിവാളിന് സർക്കാരിൻ്റെ ഔദ്യോഗിക വസതിയിൽ മാത്രമേ താമസിക്കാൻ കഴിയുകയുള്ളൂ എന്ന ചോദ്യമൊക്കെ അന്ന് ഉയർന്നിരുന്നതാണ്. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗം എന്ന നിലയിൽ അശോക് മിത്തൽ MP-ക്ക് ലഭിച്ച വസതിയിലാണ് പിന്നീട് ഇത്രയും കാലം അരവിന്ദ് കെജ്രിവാൾ താമസിച്ചിരുന്നത്. അശോക് മിത്തൽ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിശ്വസ്തനായ ഒരു സുഹൃത്തായിരുന്നു. അശോക് മിത്തൽ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമെന്ന് അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രാഘവ് ചദ്ദയ്ക്ക് പാർട്ടി ദേശീയ കൺവീനറുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ രാഘവ് ചദ്ദയെ രാജ്യസഭാ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റി അശോക് മിത്തലിനെ ആ സ്ഥാനം ഏൽപ്പിച്ചത്. പക്ഷേ അശോക് മിത്തലും രാഘവ് ചദ്ദയ്ക്കൊപ്പം പോയി. രാഘവ് ചദ്ദയ്ക്കൊപ്പം പാർട്ടിയുടെ 7 MP-മാരാണ് പോയത്. അശോക് മിത്തൽ കൂറുമാറിയതോടുകൂടി ഈ വസതിയും ഒഴിയേണ്ട ഒരു സാഹചര്യം അരവിന്ദ് കെജ്രിവാളിന് വന്നു. അതോടുകൂടി അരവിന്ദ് കെജ്രിവാൾ പെട്ടിയെല്ലാം പെറുക്കി കഴിഞ്ഞ ദിവസം തന്നെ, അതായത് വെള്ളിയാഴ്ച തന്നെ ഈ ഔദ്യോഗിക വസതിയുടെ ഫിറോസ് ഷാ റോഡിലുള്ള ഔദ്യോഗിക വസതി ഒഴിഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം നേരെ പോയത് മറ്റൊരു സർക്കാർ ബംഗ്ലാവിലേക്കാണ്. അതായത് ദേശീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്മാർക്ക് ദില്ലിയിൽ സർക്കാർ വീട് നൽകാറുണ്ട്. അങ്ങനെ ലഭിച്ച വസതിയിലാണ്, അതായത് നമ്പർ 95 ടൈപ്പ് 2 സർക്കാർ ബംഗ്ലാവിലേക്കാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മാറിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ആ ഔദ്യോഗിക വസതിയും സ്വകാര്യ ധനം ഉപയോഗിച്ച് മോടി പിടിപ്പിച്ചു എന്ന ഒരു വിവാദം ഇപ്പോൾ ദില്ലിയിൽ ഉയർന്നിട്ടുണ്ട്. ആ വസതിയിൽ വൻ തുക ചെലവാക്കി മെയിൻ്റനൻസ് നടത്തിയതിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അവിടേക്ക് താമസം മാറ്റിയിരിക്കുന്നത്. എവിടെ പോയാലും ഔദ്യോഗിക വസതിയുമായി ബന്ധപ്പെട്ട വിവാദം അരവിന്ദ് കെജ്രിവാളിനെ വിടാതെ പിന്തുടരുകയാണ്. നമുക്കറിയാം, ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായ വിവാദം. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാനായി ഖജനാവിൽ നിന്നും 100 കണക്കിന് കോടി രൂപ ചെലവഴിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. ശീഷ് മഹൽ വിവാദം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ദില്ലി തെരഞ്ഞെടുപ്പിൽ. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അത്യാഡംബരപൂർണമായ ഒരു വസതി വേണമെന്നും അതുകൊണ്ട് തന്നെ ദില്ലി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നുമൊക്കെ അന്ന് ആരോപണമുണ്ടായിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള CAG റിപ്പോർട്ട് ദില്ലി നിയമസഭയിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. ഈ ആരോപണമെല്ലാം അരവിന്ദ് കെജ്രിവാളിൻ്റെ ജനപിന്തുണ നഷ്ടപ്പെടാൻ കാരണമാക്കിയ ആരോപണങ്ങളാണ്. ദില്ലി മദ്യനയ അഴിമതി കേസിൽ പെട്ടു എന്നത് മാത്രമല്ല, ആഡംബര ജീവിതം ആഡംബര വസതിയിൽ നടത്തി എന്ന ആരോപണം കൂടി കെജ്രിവാളിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേറ്റു. വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടി എന്ന് മാത്രമല്ല, ആം ആദ്മി എന്ന പേര് സ്വീകരിക്കുകയും ലളിതമായ ഒരു ജീവിതം നയിക്കുന്നവനാണ് താൻ എന്ന് ജനങ്ങളെ കാണിക്കാനായി വേഷഭൂഷാദികളും മറ്റും ആ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെയുള്ള ഒരു അരവിന്ദ് കെജ്രിവാൾ കോടികൾ മുടക്കി മെയിൻ്റനൻസ് നടത്തിയ സർക്കാർ വസതിയിലാണ് താമസിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്ന ജനവികാരത്തിൽ അല്ലെങ്കിൽ ജനപിന്തുണയിൽ വലിയ ഇടിവുണ്ടാവുകയായിരുന്നു. ശീഷ് മഹൽ വിവാദം അങ്ങനെയാണ് BJP വലിയൊരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റിയത്. ഇപ്പോഴിതാ വീണ്ടും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതി, ദേശീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ ലഭിച്ച സർക്കാർ വസതി, അവിടെ വീണ്ടും ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്ന ആരോപണം നേരിടുകയാണ്. അശോക് മിത്തലിൻ്റെ ഔദ്യോഗിക വസതി അങ്ങനെയാണ്
ഈ അരവിന്ദ് കെജ്രിവാളിന് നഷ്ടപ്പെടുന്നത്. എം പിമാരുടെ ഈ കൂറുമാറ്റം വലിയ നഷ്ടമാണ് അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് രാജ്യസഭയിൽ ഉണ്ടായിരുന്നത് 10 എം പിമാരായിരുന്നു. ഇവരിൽ 7 പേരും BJP പാളയത്തിലേക്ക് പോകുന്നു. കൂറുമാറ്റ നിരോധന നിയമമനുസരിച്ച് ഇവരെ അയോഗ്യരാക്കാൻ പോലും കഴിയില്ല. കാരണം മൊത്തം അംഗസംഖ്യയുടെ 7 പേരും മറ്റു പാർട്ടിയിലേക്ക് പോയി. ഇത് വലിയൊരു ആഘാതം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കി. BJPക്ക് രാജ്യസഭയിൽ വലിയ നേട്ടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഈ രാജ്യസഭയിലുണ്ടായ നഷ്ടം മാത്രമല്ല, പഞ്ചാബിലും വലിയ രീതിയിൽ ഓപ്പറേഷൻ താമര നടക്കാൻ പോകുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നു. ആം ആദ്മി പാർട്ടിയിൽ വലിയ കലാപം നടക്കുകയാണ്. പഞ്ചാബിലെ 63 MLA മാർ രാഘവ് ചദ്ദയുടെ പിന്നിൽ അണിനിരക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. 94 MLA മാരാണ് ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിലുള്ളത്. ഇതിൻ്റെ 2/3 എന്ന് പറഞ്ഞാൽ കൃത്യം 63 കൃത്യമായ ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. പഞ്ചാബിൽ BJPക്ക് ഇതുവരെ അടിത്തറയിടാൻ അല്ലെങ്കിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമാണ്. BJPയെ അടുപ്പിക്കാത്ത ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. എന്നാൽ ആ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ MLA മാർ കൂറുമാറുന്നതോടുകൂടി വലിയൊരു സാന്നിധ്യം BJPക്ക് ഉണ്ടാകാൻ പോവുകയാണ്. ഒരുപക്ഷെ ഭരണം പോലും BJPയുടെ കൈകളിലേക്ക് എത്താം എന്ന സാഹചര്യമുണ്ട്. വെറും 2 MLA മാരുള്ള BJP സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ പോകുന്നു എന്ന സാഹചര്യമുണ്ട്. എന്തായാലും പഞ്ചാബ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പഞ്ചാബിൽ മാത്രമാണ് ഭരണം ഉണ്ടായിരുന്നത്, അതും കയ്യിൽ നിന്ന് പോകുമെന്ന അവസ്ഥയാണ്. ആം ആദ്മി പാർട്ടിക്ക് വെറും രാഷ്ട്രീയ തിരിച്ചടി മാത്രമല്ല, സംഘടനാപരമായ ഒരു വലിയ തിരിച്ചടി കൂടി ഈ MP മാരുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരിക്കുന്നു. MLA മാർ കൂടി കൊഴിഞ്ഞുപോയാൽ പൂർണ്ണമായും ആം ആദ്മി പാർട്ടി തകരും. ഈ സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കിടപ്പാടം കൂടി ഈ സാഹചര്യത്തിൽ നഷ്ടമാകുന്നത്.